ഇടപ്പള്ളി കുതിരാൻ ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കാണ്. ആമ്പല്ലൂർ, കൊരട്ടി, ചാലക്കുടി എന്നിവിടങ്ങളിലൊക്കെ മണിക്കൂറുകളോളമായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കനത്ത ഗതാഗത കുരുക്കിനെ തുടർന്ന് പാലിയേക്കരയിൽ വ്യവസായി പ്രതിഷേധിച്ചു. 2 മണിക്കൂറിലധികമാണ് NTC MD വർഗീസ് ഇന്നലെ ഗതാഗത കുരുക്കിൽപ്പെട്ടത്. ഇടപ്പള്ളി കുതിരാൻ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് വലിയ രീതിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ആ സമയത്ത് ഈ കുഴികളെല്ലാം അടച്ച് വാഹനങ്ങൾക്ക് കൃത്യമായി കടന്നു പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നടക്കം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ആ സമയത്ത് ദേശീയപാത അതോറിറ്റി അറിയിച്ചത്, ഇന്നലെ കേസ് പരിഗണിച്ച വേളയിൽ ദേശീയപാത അതോറിറ്റി അറിയിച്ചത് ഈ കുഴികളൊക്കെ അടയ്ക്കാനായി, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗതാഗതക്കുരുക്ക് കുറഞ്ഞു എന്നാണ്. പക്ഷേ നമുക്ക് ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ വലിയ ബ്ലോക്കാണ്. രാത്രിയെല്ലാം വലിയ ബ്ലോക്കായിരുന്നു ഉണ്ടായിരുന്നത്. വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. ചേട്ടാ, എത്ര നേരമായി ഈ ബ്ലോക്കിൽ കിടക്കുന്നു? ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ആമ്പല്ലൂർ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വാഹനങ്ങൾ കടന്നു പോകാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അരമണിക്കൂറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇവിടെയെല്ലാം സ്വാഭാവികമായും അണ്ടർപാസിൻ്റെയും ഓവർബ്രിഡ്ജിൻ്റെയും പണി നടക്കുന്നുണ്ട്. പക്ഷേ വാഹനങ്ങൾ കടന്നു പോകാനുള്ള വഴി നോക്കും, മുഴുവൻ കുഴിയാണ്. വലിയ കുഴികൾ കടന്ന് വേണം വാഹനങ്ങൾ കടന്നു പോകാൻ. ആ ബസ് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ആടി ഉലഞ്ഞ് ഈ കുഴികളിൽ കൂടി വേണം വാഹനങ്ങൾ കടന്നു പോകാൻ. അപ്പോൾ എത്ര സമയം എടുക്കുമെന്നുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ പ്രധാനപ്പെട്ട പാതയാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന പാതയിലാണ് ദേശീയപാത അതോറിറ്റി ഒരു തരത്തിലുമുള്ള കൃത്യമായുള്ള റോഡിൻ്റെ നിർമ്മാണവും മറ്റും നടക്കാതെ മറ്റേ ഓവർബ്രിഡ്ജിന് പണി നടക്കുന്നത്. സമീപത്തുകൂടി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴി അത് ഒന്ന് ശരിയാക്കി കൊടുത്താൽ ഈ ഒരു വലിയ ബ്ലോക്ക് ഒഴിവാകുകയും ഈ യാത്രാ ദുരിതം പരിഹരിക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ അതിനുള്ള ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല. കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കിടന്ന, മണിക്കൂറുകളോളം നീണ്ട ബ്ലോക്കിൽ കിടന്ന് മാത്രമേ ഈ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇങ്ങനെ ആളുകൾ വലിയ ബുദ്ധിമുട്ടിയാണ് ഈ വഴിയിൽ കൂടി ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും. ചേട്ടാ, എത്ര നേരമായി ഇപ്പോൾ ഈ ബ്ലോക്കിൽ കിടക്കുന്നു? കുറച്ച് നേരമായി. ഇതിപ്പോൾ ഭയങ്കര ബ്ലോക്കാണല്ലോ വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അതെ, കഴിഞ്ഞ ദിവസങ്ങളിലല്ല, ഇപ്പോൾ ഏകദേശം ഒരു 1-2 മാസമായിട്ട് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ്. മഴയും കൂടെ വന്ന് ഈ വണ്ടിക്കൊക്കെ മഴയ്ക്കകത്ത് കുടുങ്ങി കിടക്കും അല്ലേ? അതെ, കുറേ നേരമായി. ആളുകളൊരു നിസ്സഹായാവസ്ഥയിലാണ്. കാരണം ഇതാ ഇപ്പോൾ ആ വണ്ടി നോക്കുക, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച് പോയി ചേട്ടനാ, ഇതുപോലെ അവസ്ഥ പലയിടത്തും ഈ കുഴിയിൽ ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇത് ഒന്ന് കയറ്റി വിടാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കാരണം അത്രത്തോളം ദുരിതത്തിലാണ് ഇവിടെ ആളുകൾ കടന്നു പോകുന്നത്. ബൈക്കുകൾക്ക് പോലും കടന്നു പോകാൻ കഴിയില്ല. ഈ കുഴികൾ എവിടെയാണെന്ന് പോലും ആളുകൾക്ക് പറയാനോ മറ്റോ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇതുപോലെയാണ് ഓരോ സ്ഥലത്തും വലിയ ഇടങ്ങേറിലാണ്. ജനങ്ങൾക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം. അത്ര വലിയ ഗതാഗത കുരുക്കിൽ ആണ് ഈ പ്രദേശമെന്ന് പറഞ്ഞാൽ. കൊരട്ടി, ചാലക്കുടി എന്നിവിടങ്ങളിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ തന്നെ ആ ബൈക്ക് യാത്രക്കാരൻ നമ്മൾ കണ്ടതാണ് ആ കുഴിയിലേക്ക് കുടുങ്ങിയത്. ചേട്ടാ, എന്താ അവസ്ഥ? എത്ര നേരമായി ബ്ലോക്കിൽ? കുറച്ച് നേരമായി. മണിക്കൂറായല്ലേ? എത്ര മണിക്കൂറായി? സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണോ? അല്ല, ആദ്യമായിട്ടാണ്. ഇങ്ങനൊരു യാത്രാനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, കുറവ് ബൈക്കിലൂടെ യാത്ര. ബൈക്ക് കംപ്ലൈന്റ് ആയി ഇതിലെ കൂടെ ഒന്നും പോയിട്ട്. ബൈക്കാവുമ്പോൾ ഏതിലും കടന്നു പോകാൻ പറ്റില്ല. പണിയും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? വണ്ടിയുടെ പണി കഴിയാണ്. തീർച്ചയായും നമുക്കിതാ ഇവിടെ ഈ ആമ്പല്ലൂർ ജംഗ്ഷനിലെ ചുമട്ട് തൊഴിലാളി ചേട്ടന്മാർ കൂടിയുണ്ട്. അവരിത് സ്ഥിരം കാണുന്ന ആളുകളാണ് എന്നുള്ളതാണ്. നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇപ്പോൾ മണിക്കൂറുകൾ കടന്നു വേണമല്ലോ ഇവിടെ വാഹനങ്ങൾ പോകുന്നത്. നിങ്ങൾ സ്ഥിരം കാണുന്നവരല്ലേ? അതെ. വണ്ടി ആക്സിഡൻറ്റ് പറ്റിക്കൊണ്ടിരിക്കുക. 6 വരി 7 വരിക്ക് വരെ റോഡില്ല. ഈ റോഡിൻ്റെ ആൾക്കാരെല്ലാം കള്ളു പിടിച്ചിട്ട് അവർ 2 വർക്കുകാർ വന്നിരിക്കുന്നുണ്ട്. അത് ചട്ടിയിൽ കുറേശ്ശെ മണ്ണ് കൊണ്ടുള്ള മഴ പെയ്ത് വെള്ളമടിച്ച് പോവും. അവർ വെള്ളമടിച്ചിരിക്കുക. ഇങ്ങനെ വർക്ക് നടന്നാൽ എങ്ങനെ നടക്കാനാ? 2 സൈഡിലുമുള്ള ഈ റോഡുണ്ടല്ലോ, ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പാത മര്യാദയ്ക്കൊന്ന് ടാർ ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. 2 വാഹനങ്ങൾക്ക് കടന്നു പോകേണ്ട പാതയുണ്ട്. പക്ഷേ ഈ കംപ്ലീറ്റ് കുണ്ടും കുഴി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കുണ്ടും കുഴിയും മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടോളും വാങ്ങും. ഈ കുഴിക്ക് ടോൾ പിരിക്കുന്ന ഒരു ദേശീയപാത ചിലപ്പം ഇന്ത്യയെ തന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ നമുക്ക് പറയാൻ കഴിയും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്തെങ്കിലും ഈ ടോള് നിർത്തിവെക്കാനുള്ള ഒരു കാര്യം പോലും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. സ്വാഭാവികമായും ആളുകളുടെ പ്രതിഷേധം അതുകൊണ്ട് പലപ്പോഴും പാലിയേക്കര ടോളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനങ്ങളുടെ ദുരിതയാത്ര തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. പല ആളുകളും ടോൾ ബൂത്തിലടക്കം അതിൻ്റെ പ്രതികരണം നടക്കുകയും അവരുടെ അമർഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും.
കഴിയുന്നുണ്ട്. ക്യാമറാമാൻ അലോഷിക്കൊപ്പം ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം.